2025 നേഴ്സിംഗ് അഡ്മിഷൻ BSc നേഴ്സിംഗ് അഡ്മിഷന് വേണ്ടിയിട്ട് പുതിയ തട്ടിപ്പുകളുമായി ഏജൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് തട്ടിപ്പ്, പണം തട്ടിയെടുക്കൽ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ ചാനലിൽ BSc നേഴ്സിങ്ങിനെ പറ്റിയും, BSc നേഴ്സിംഗ് മാത്രമല്ല കേട്ടോ, നേഴ്സിംഗും നമുക്ക് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സിനെ പറ്റിയുള്ള ഒരു ഇത് നമുക്കുണ്ട്. കൂടാതെ ഞാനിപ്പോൾ ഉള്ളത് മാൾട്ടയിലാണ്. ഇവിടുത്തെ നേഴ്സിംഗും ഇവിടുത്തെ കുറച്ച് വ്ലോഗും കാര്യങ്ങളും നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് കിട്ടും. നേഴ്സിംഗിന്റെ വീഡിയോസ് ഒരു പ്ലേലിസ്റ്റിലും, ഇവിടുത്തെ യൂറോപ്യൻ പ്ലേലിസ്റ്റ് വേറെ ഉണ്ട്. നിങ്ങൾക്ക് അതനുസരിച്ച് വേർതിരിച്ച് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് കാണുക, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വർഷം ഒരുപാട് കോളേജസ് ഉണ്ട്, ഇന്ത്യയിൽ തന്നെ ഒരുപാട് കോളേജസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് സൗത്ത് ഇന്ത്യയിലെ കുറെ കോളേജസിന്റെ നല്ല നല്ല കോളേജസിന്റെ പേരും INC KNC അഫിലിയേഷനുള്ള കോളേജിന്റെ പേരും കാര്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോസിലൂടെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സേഫ് ആയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള എല്ലാ അസിസ്റ്റൻസും നമ്മുടെ ഭാഗത്തുണ്ടാവും. കഴിഞ്ഞ വർഷം ഇതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഈ വർഷം നല്ല രീതിയിൽ തന്നെ നല്ല കോളേജൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ മുതൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നല്ല കോളേജസും നേഴ്സിംഗ് പഠിക്കാൻ പറ്റുന്ന നല്ല നല്ല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, മെഡിക്കൽ കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ശ്രദ്ധിച്ച് അപ്ഡേറ്റ് കാര്യങ്ങൾ നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ ഒരുപാട് പേരെ ഏജൻസികൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ഏജൻസി കോൺടാക്ട് ചെയ്ത് ഇന്ന കോളേജ് അഡ്മിഷൻ എടുത്തു തരാം എന്ന് പറയുമ്പോൾ അവരെ കണ്ണടച്ച് ട്രസ്റ്റ് ചെയ്യാണ്ട് ആ കോളേജിനെ പറ്റി കുറച്ചെങ്കിലും അന്വേഷിക്കാനുള്ള ഒരു ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യമാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് INC KNC, ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന്റെ അഫിലിയേഷനും സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിലിന്റെ അഫിലിയേഷനും എല്ലാം ഉള്ള കോളേജാണോ, യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനും ഉള്ള കോളേജാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഇതൊക്കെ ചെക്ക് ചെയ്യണം എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മൾ ചാനലിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് ഇനിയും നമ്മൾ അത് അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കലും പോയി കുഴി ചാടാണ്ടിരിക്കുക. അഫിലിയേഷൻ ഇല്ലാത്ത കോളേജിൽ പഠിക്കാതെ നല്ല കോളേജിൽ നല്ല ഫെസിലിറ്റിയോടുള്ള കോളേജിൽ പഠിച്ച് രക്ഷപ്പെടാൻ നോക്കുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.